It's Wednesday evening. ഡിന്നറിന് ഇന്ന് നമുക്ക് ഉണ്ടാക്കാം മട്ടർ പനീർ. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ഒരു മട്ടർ പനീർ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. പൂരിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിരിക്കും. വരൂ നമുക്ക് പോവാം. മട്ടർ പനീർ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഈ ഒരു കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വരൂ നമുക്ക് ഉണ്ടാക്കാം സിമ്പിളായിട്ട്. ആദ്യം ഒരു കടായി വെക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, അതിലേക്ക് പനീർ ഇടുക, നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഉപ്പൊന്നും ഇടണ്ടാട്ടുള്ളൂ. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. കൂടെ തന്നെ കുറച്ച് നല്ലോണം തന്നെ ഒരു പിടിയോളം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ബട്ടറും എണ്ണയും കൂടി ഇട്ടിട്ട് ജീരകവും വയനയിലയും കൂടി ഇട്ട് നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് ഈ അരച്ചതും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പഞ്ചസാര ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ആ ഗ്രേവി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഗ്രേവി നന്നായി തിളയ്ക്കുന്ന സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പീസ് മട്ടർ എന്ന് പറയുന്ന ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീറും കൂടി നല്ല പോലെ അതിനെ ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. നല്ലോണം കുറുകി കഴിയുന്ന സമയത്ത് കുറച്ച് ഗരം മസാല പൊടിയും പിന്നെ നമ്മൾ ഇടുന്നത് കസൂരി മേത്തിയാണ്. നല്ലോണം കസൂരി മേത്തിയും കൂടി ഇട്ട് നല്ലോണം അതിനെ ഇളക്കി ഒന്ന് കുറുകി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കൂ. കുറച്ച് ബട്ടറും കൂടി മുകളിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മട്ടർ പനീർ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ റെഡി ആയിരിക്കും. നമുക്ക് വരൂ കഴിക്കാം. അപ്പോൾ വരൂ നമുക്ക് കഴിക്കാം മട്ടർ പനീർ. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തന്നത്. ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളിന്ന് പൂരിയുടെ കൂടെയാണ് കഴിക്കണം. ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറ്, ചപ്പാത്തി, ജീര റൈസ് ഇതിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവും. വീണ്ടും നമുക്ക് കാണാം. Till then, take care and bye-bye.